തൃശ്ശൂര് വൈലോപ്പള്ളിയിലെ ബർത്ത്ഡേ പാർട്ടി സംഘർഷത്തിലേക്ക് വന്നു. അത് നിയന്ത്രിക്കാൻ അവിടെ എത്തിയ പോലീസിനെ ഗുണ്ടകള് ആക്രമിച്ചു. പോലീസ് വാഹനം അടിച്ചു തകർത്ത് 4 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. അവിടെ ആദ്യം വന്ന പോലീസ് പാർട്ടിയെ കമ്പിപ്പാരയ്ക്കും വടികൊണ്ടും അടിച്ചതില് ഗ്രേഡ് SI ഉൾപ്പെടെ 4 പേർക്ക് ഗുരുതരമായ പരിക്കുണ്ടായി. തൃശ്ശൂര് വൈലോപ്പള്ളിയിലാണ് ഈ സംഭവം. അവിടെ ഒരു വീട് കേന്ദ്രീകരിച്ച് ഒരു ബർത്ത്ഡേ പാർട്ടി. നെല്ലങ്കരയിലെ സഹോദരങ്ങളായ അൽത്താഫും അഹമ്മദുമാണ് ഈ ബർത്ത്ഡേ പാർട്ടി സംഘടിപ്പിച്ചത്. ഈ ബർത്ത്ഡേ പാർട്ടികളെല്ലാം ഒരു DJ പാർട്ടിയുടെ ഒരു പതിവ് രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അത് DJ പാർട്ടി എന്ന് അവർ പറയില്ല, ബർത്ത്ഡേ പാർട്ടി എന്ന് പറയും. ബാറിലൊക്കെ നടത്തുന്നിടത്താണ് DJ പാർട്ടി എന്ന് പറയും. ഇവിടെ തൃശ്ശൂർ വൈലോപ്പള്ളിയിലെ ഒരു വീടിന്റെ മുൻവശത്ത് DJ പാർട്ടി പോലെയുള്ള ഒരു ബർത്ത്ഡേ പാർട്ടി നടന്നു. അത് നടത്തിയത് 2 സഹോദരങ്ങളാണ്. അവരുടെ വീടിന്റെ മുൻവശത്താണ്. അവരുടെ ഉമ്മ ആ വീട്ടിലുണ്ട്. അവിടെ ഈ സഹോദരങ്ങളുടെ അൽത്താഫിന്റെ അഹമ്മദിന്റെ സുഹൃത്തുക്കളായ കുപ്രസിദ്ധരായ ഗുണ്ടകൾ 5-6 പേരെത്തി. അബ്രഹ്മത്ത് എന്ന ഗുണ്ടയെ പറ്റി നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. അയാളും അയാളുടെ സഹഗുണ്ടകളായ ഇർവിൻ ആന്റണി, അശ്വിൻ ആന്റണി, ഷാർബൻ എന്നീ 4 പേരും ഉണ്ടായിരുന്നു. ബർത്ത്ഡേ പാർട്ടി സംഘർഷത്തിലേക്ക് പോയി. അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അടിപിടി ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി. അതോടുകൂടി ആ സഹോദരൻ പാർട്ടി നടത്തിയ സഹോദരൻ ഉമ്മ പോലീസിൽ വിളിച്ചു പറഞ്ഞു. പോലീസ് ആദ്യം ഒരു പാർട്ടി അവിടെ വന്നു. അതിൻ്റെ അകത്ത് ഒരു ഗ്രേഡ് SI 4 പോലീസുകാരും ഉണ്ട്. അവർ വന്നു കഴിഞ്ഞപ്പം അവർ വരുന്നത് കണ്ടപ്പം ഗുണ്ടകള് അവിടെ ഒളിച്ച് അവർ കമ്പിപ്പാരയ്ക്കും വടിക്കും ഈ പോലീസ് 4 പേരെ അടിച്ചോടിച്ചു. ഗുരുതരമായ പരിക്ക് അവർക്കെത്തി. അപ്പോൾ അവര് പോലീസിനെ സഹായം അഭ്യർത്ഥിച്ച് അടുത്ത വണ്ടി വന്നു. പിന്നാലെ ഒരു വണ്ടിയും കൂടെ വന്നു. 3 വണ്ടിയിൽ പോലീസ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അതിൽ ഒരു വണ്ടിയാണ് നേരത്തെ അടിച്ചു തകർത്ത് 4 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയത്. മറ്റു പോലീസുകാരെല്ലാം കൂടെ ഈ ഗുണ്ടകളെ ബ്രഹ്മത്തിൽ ഉൾപ്പെടെയുള്ളവരെ വളഞ്ഞിട്ട് പിടിച്ചു, അറസ്റ്റ് ചെയ്തു. പരിക്കേറ്റ പോലീസുകാരെ ആശുപത്രിയിലേക്ക് അയച്ചു. ഇവർക്ക് പോലീസിന്റെ മർദ്ദനമേറ്റു. അത് ഒരൊറ്റ വാക്കിൽ അതിന് മറുപടി പറഞ്ഞ SP അത് അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കൂല. ഇളങ്കോ എന്ന് പറഞ്ഞ SP സംഭവ സ്ഥലത്തെത്തി. പത്രക്കാർ അദ്ദേഹത്തിന് ചോദിച്ചു. ഒറ്റ വാക്കിൽ അദ്ദേഹം മറുപടി പറഞ്ഞു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഗുണ്ടകൾ ഗുണ്ടകളുടെ പണി ചെയ്തു, പോലീസ് പോലീസിന്റെ പണി ചെയ്തു. കാരണം എല്ലാ ഗുണ്ടകളും ജിം മോഡല് ശരീരമുള്ളവരാണ്. അവര് ഗുണ്ടായുസം കഴിച്ച് അതുപോലെ ശരീരമെല്ലാം പുഷ്ടിപ്പെടുത്തി എവനെ അടിക്കാനും കൊല്ലാനും തയ്യാറാക്കിയ ഒരു മനുഷ്യ ശരീരം തന്നെയാണ്. പക്ഷെ ആ ശരീരത്തിലല്ലേ പലർക്കും വെച്ചുകെട്ടും കൈയൊടിഞ്ഞതും പരിക്കേറ്റും ഒക്കെ ദൃശ്യത്തിൽ നമ്മൾ കാണാൻ പറ്റും. അത് നല്ലൊരു കാര്യം. ഇങ്ങനെയാണ് ഗുണ്ടകളെ കൈകാര്യം ചെയ്യേണ്ടത്. അത് തന്നെയാണ് SP ഒറ്റ വാക്കി പറഞ്ഞത്. ഗുണ്ടകൾ ഗുണ്ടകളുടെ പണി ചെയ്തു, പോലീസ് പോലീസിന്റെ പണി ചെയ്തു. ഇങ്ങനെ വേണം ഗുണ്ടകളെ കൈകാര്യം ചെയ്യാൻ. അതിനകത്ത് രാഷ്ട്രീയ ചായ്വ് നോക്കാൻ പാടില്ല. ലോലെസ്നെസ് ബാറിലായാലും ശരി, അത് റോഡിലായാലും ശരി, DJ പാർട്ടിയിലായാലും ശരി, എവിടെയായാലും ശരി, അവിടെ ഈ രീതിയിൽ തന്നെ പോലീസ് കൈകാര്യം ചെയ്യണം. അതിനുള്ള പ്രൊവിഷൻ പോലീസിലുണ്ട്. ഗുണ്ടാക്രമണത്തിൽ പോലീസിനെ ആക്രമിച്ച തമിഴ്നാട്ടിലാണ് പോലീസ് വെടിവെച്ചു കൊല്ലും. അത് മരണഭീതി ഉണ്ടാക്കുന്നതാണ്. പോലീസിനെ ആക്രമിക്കുന്ന നിയമവ്യവസ്ഥ അനുസരിച്ച് പോലീസാണ് ഇതിനകത്ത് ഇങ്ങനെയുള്ള കുറ്റവാളികളെ നിലക്ക് നിർത്തേണ്ടതും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടത്. ആ പോലീസിനെ രാജ്യത്ത് ആക്രമിക്കാൻ പോയി കഴിഞ്ഞാൽ ആ അക്രമ സമയത്ത് പോലീസിന് പരിക്കേൽക്കാതിരിക്കാനും പോലീസിന് അപകടം ഉണ്ടായിരിക്കാനും അവരെ വെടിവെക്കേണ്ട സന്ദർഭമാണെങ്കിൽ അവരെ വെടിവെച്ച് കൊല്ലാനും പോലീസിന് അധികാരമുണ്ട്. അതൊക്കെ ജുഡീഷ്യൽ എൻക്വയറിയോ അല്ലെങ്കിൽ ലിറ്റിഗേഷനൊക്കെ ഉണ്ടാകാം. പക്ഷെ പോലീസ് അതിനകത്ത് അധികാരം ഉപയോഗിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതുപോലുള്ള ഗുണ്ടകളെ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ തമിഴ്നാട് പോലീസ് ഈ അടുത്ത കാലം വരെ 6-7 പേരെ വെടിവെച്ച് കൊന്നത് എനിക്കറിയാം. അത് നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇവിടെ എന്തുകൊണ്ട് ഇതുപോലെ ഗുണ്ടായുസം കാണിക്കുന്ന, പോലീസിനെ ആക്രമിക്കുന്ന, പോലീസ് വാഹനത്തെ ആക്രമിക്കുന്ന ആൾക്കാരെ അവര് തോക്കുവെച്ച് വെടിവെക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അത് കൈകാര്യം ചെയ്യാൻ പോലീസിന് അറിയാം. നിയമവ്യവസ്ഥയെ അവരെ അറസ്റ്റ് 41 നൂറ്റാണ്ട് പഴയ CRPസിൽ അവരെ അറസ്റ്റ് ചെയ്യാം. ലോലെസ്നെസ് എവിടെ ഉണ്ടായാലും അത് കൺട്രോൾ ചെയ്യാൻ ആവശ്യമായ ഫോഴ്സ്, ആവശ്യമായ ശക്തി,
ഡിഫൻസ് പോലീസിന് എടുക്കാം എന്ന് നിയമവശത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പോലീസ് പ്രയോഗിക്കുകയും ചെയ്യും. കാരണം നമുക്കറിയാമല്ലോ, പല സംഘർഷ സമയത്ത് ലാത്തിച്ചാർജ് ചെയ്യുന്നുണ്ട്, പലർക്കും നല്ല അടിയിടിയും കിട്ടുന്നുണ്ട്. പോലീസ് തന്റെ ഒഫീഷ്യൽ പർപ്പസ് ചെയ്യുന്ന കാര്യമാണ്, അതിന് പ്രൊട്ടക്ഷൻ ലഭിക്കും. ധാരാളം പേർക്ക് തല്ല് കിട്ടുന്നത് നമുക്കറിയാം, കയ്യും കാലും ഓടിയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം സമാധാനപരമായ ഒരു മീറ്റിങ്ങോ ഒരു ചർച്ചയോ എന്തെങ്കിലും ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്പസ്വല്പം ബഹളമൊക്കെ ഉണ്ടായാലും ശരി, പോലീസ് അതിന് നടപടിയൊന്നും എടുക്കാറില്ല. പക്ഷെ സംഘർഷത്തിലേക്ക് പോയി ആൾക്കാർക്ക് പരിക്കേൽക്കുന്ന നിലവാരത്തിലേക്ക് പോയി പോലീസിനെ ആക്രമിക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും പോലീസിന് വെടിവെക്കാം, അതിനുള്ള അധികാരമുണ്ട്. അതിവിടെ ഇപ്പം ഇവിടെ ഈ സംഘർഷത്തിനിടയ്ക്ക് ആദ്യത്തെ പോലീസിനെ ആക്രമിച്ചിട്ട് അടുത്ത് വന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവർ തീർച്ചയായും തോക്കെടുക്കേണ്ടി വന്ന തോക്കെടുക്കായിരുന്നു. പക്ഷെ അതിന് പകരം അവര് ആ പോലീസ് ശക്തി ഉപയോഗിച്ചിട്ട് ഗുണ്ടകളെ കീഴ്പ്പെടുത്തി. അവർ കീഴ്പ്പെടുത്തുന്ന സമയത്ത് അവർക്ക് കുറച്ചധികം പരിക്കുണ്ടായിട്ടുണ്ട്. അത് നല്ല കാര്യമായിട്ടാണ്. കാരണം പലരും കൈകൾ വെച്ച് കിട്ടിയും മുടങ്ങി നടക്കുന്നതൊക്കെ കാണുന്നുണ്ട്. നല്ല കാര്യം. പോലീസ് ഇതുപോലെയുള്ള ആൾക്കാരെ, ഈ ഗുണ്ടകളെ, വയലൻസ് യൂസ് ചെയ്യുന്നവരെ അതേ രീതിയിൽ അടിച്ചമർത്തേണ്ട ഒരു സമയം തന്നെ കേരളത്തിലെ പല സന്ദർഭത്തിലും നമ്മൾ പലരും കാണുന്നുണ്ട്. പോലീസിന് പല സ്ഥലത്തും പരിക്കേൽക്കുന്നുണ്ട്. നേരത്തെ ഒന്നും അങ്ങനെ ഉണ്ടാകാറില്ല. അതിന് അനുവദിക്കാനും പാടില്ല. അങ്ങനെ ഒരിടത്ത് പോലീസിനെ ആക്രമിച്ച് നടപടിയൊന്നുമില്ലെങ്കിൽ അത് കേരളം മുഴുവൻ പടരും. അപ്പോൾ ലോലെസ്നെസ് ഉണ്ടാവും. അതുകൊണ്ട് അതിശക്തമായ നടപടി ഗുണ്ടകൾക്ക് നേരെ എടുക്കണം. പോലീസ് ലാത്തിച്ചാർജ് ചെയ്യേണ്ടടുത്ത് ലാത്തിച്ചാർജ് ചെയ്യണം. ഗുണ്ടകളെ കീഴ്പ്പെടുത്തേണ്ട, ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന സമയത്ത് കീഴ്പ്പെടുത്താം. അവർക്ക് പരിക്കേറ്റോ കയ്യോ കാലോ ഒടിഞ്ഞാലോ ഒന്നും ഒരു പ്രശ്നവുമില്ല. അത് നിയമപരമായ പ്രൊട്ടക്ഷൻ പോലീസിന് ലഭിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം.